ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പച്ചമുളകുകളാണ്. നമ്മുടെ മുളക് ചെടികളെല്ലാം ഇവിടെ നന്നായിട്ട് പൂത്ത് നല്ല കായ്കളുണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ ഇത് നമ്മുടെ ക്യാപ്സിക്കമാണ്. ഇത് കണ്ടോ, ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വേറെ ക്യാപ്സിക്കംസ് ഉണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ എല്ലാം നന്നായിട്ട് ഇതുണ്ട് ഇല കൊണ്ട് ഇങ്ങനെ ഇതുണ്ടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓറഞ്ച് കളറാകണം. ഇതിൻ്റെ കളർ ഓറഞ്ചാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അത് പറിക്കുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളെ നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ പച്ചമുളകൊക്കെ ഇവിടെ പറിക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ പച്ചമുളകുകളും അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകും ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നമ്മുടെ കാന്താരി മുളക് ഇഷ്ടംപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അതിനെ പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് വേറെ കായ്കൾ ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പം അതിനെല്ലാം ഒന്ന് പറിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ അപ്പം നമ്മുടെ പച്ചമുളകിനെല്ലാം ഞാൻ പറിച്ചെടുക്കുവാണേ. ഇത് കണ്ടോ, ഈ വലിപ്പത്തിൽ നമ്മുടെ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറിച്ച് ആദ്യം നമ്മുടെ പച്ചമുളകിനെല്ലാം നമുക്ക് പറിച്ച് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാന്താരി മുളകിൻ്റെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് ഓരോന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇത് വേറൊരു അത്രയും വലിപ്പം വരാത്ത പച്ചമുളകാണെന്ന് തോന്നുന്നു. അത് ഞാൻ പറിക്കുകയാണ്. കാരണം പറിച്ചില്ലെങ്കിൽ പിന്നെ വീണ്ടും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉണ്ടായതിനെല്ലാം ഞാൻ പറിച്ച് മാറ്റുവാണ്. ഈ പച്ചമുളകൊക്കെ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ. ഈ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരു വർഷത്തേന് പിന്നെ പച്ചമുളക് മേടിക്കേണ്ട ആവശ്യം വരുകയില്ല. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ എനിക്ക് നമ്മുടെ ഫ്രണ്ടൊക്കെ തന്നു. അങ്ങനെ പച്ചമുളക് ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് ഇനി ഇത് ഇവിടെ കുറച്ചുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറിച്ചെടുക്കാവേ. കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇവിടെ നന്നായിട്ട് വലിയതായിട്ട് ഇത് കണ്ടോ. ഈ മുളകിനൊന്നും വലിയ എരിവില്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. വലിയ എരിവൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ നല്ല വലിപ്പത്തിൽ നമുക്ക് കിട്ടും. ഒരു മുളകുണ്ടെങ്കിൽ നമുക്ക് കറിക്ക് ഇടാൻ പറ്റും. ഒരു തോരൻ കറിക്ക് ഒരു മുളക് മതി. പക്ഷെ എരിവില്ല, അതേ കുഴപ്പമുള്ളൂ. ഇതായി കണ്ടോ. ഞാനിപ്പം ഒരു 3 ചെടിയില പറിച്ചപ്പോൾ നമുക്ക് ഇത്ര മുളക് കിട്ടി. ഇങ്ങോട്ട് വേറെ ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഓക്കെ, ഇവിടെയും നന്നായിട്ട് മുളകുണ്ടായിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഇതുപോലെ ഇങ്ങനെ വലിപ്പമുള്ള മുളകുകളാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയുണ്ട് കുറേ. കുറച്ചുകൂടെ വലുതാകുന്ന മുളകുകളാണെന്നാലും ഞാൻ പറിച്ചെടുക്കുവാണ്. ഞാനിപ്പം നമ്മുടെ ക്യാപ്സിക്കം ഞാൻ പറിക്കുന്നില്ല. കാരണം അതിനിയും കുറച്ചുകൂടെ മൂത്ത് നല്ല കളർ വരാനുണ്ട്. അതുകൊണ്ട് ക്യാപ്സിക്കത്തിന് ഞാൻ പറിക്കുന്നില്ല. നമ്മുടെ പച്ചമുളകുകൾ മാത്രമാണ് പറിക്കുന്നത്. ഇവിടെയും കുറച്ച് കാണുന്നുണ്ട്, നമുക്ക് പറിക്കാം. വേണ്ട, ഇതെല്ലാം നല്ല വലിപ്പത്തിൽ വരുന്നുണ്ട്. അപ്പറേ അവിടെ ഒരു പച്ചമുളകുണ്ട്. ആ പച്ചമുളക് ഒരു ഡിഫറെൻ്റാണ് കേട്ടോ. ഞാനിന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ, അവിടെ വല്ലതും പറിക്കാനുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അല്ല, ഇത് ഇങ്ങനെ കുഞ്ഞായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതുണ്ട് ഒരെണ്ണം ഞാനങ്ങ് പറിച്ചു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇനി വലുതാകുമെന്ന് തോന്നുന്നു. ഞാനതുകൊണ്ട് പറിക്കുന്നില്ല. അങ്ങനെ അത് വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ തക്കാളിയാണിത്. നമ്മുടെ കുഞ്ഞി തക്കാളി ഇങ്ങനെ ഇഷ്ടംപോലെ കായുണ്ടായി വരുന്നുണ്ടൊന്നും പഴുത്തില്ല. പഴുക്കുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ഇങ്ങോട്ടും കുറച്ച് മുളകുണ്ട്. നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെയെല്ലാം നന്നായിട്ട് വലുതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ വലിപ്പത്തിൽ ഉള്ള മുളകുകൾ
നമുക്കുണ്ടോ നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ നമുക്കിപ്പം ഈ കുറച്ച് ദിവസത്തേനുള്ള മുളകുകൾ ഇത്രത്തോളം മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കാന്താരി മുളക് കണ്ടോ, ഇത് മുഴുവൻ ഇങ്ങനെ നന്നായിട്ട് വളർന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കാന്താരി മുളക് കൂടെ ഒരു പാത്രത്തിലേക്ക് പറിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കാന്താരി മുളക് കൂടെ ഞാൻ പറിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്കിത് മാത്രം കാന്താരി മുളക് ഉണ്ടായെന്നുള്ളത്. ഈ കാന്താരി മുളക് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിന് നല്ല എരിവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ യാതൊരു എരിവില്ല കേട്ടോ ഇതിന്. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ചില്ലി ഹാർവെസ്റ്റിൽ നമുക്ക് ഇത്രത്തോളം നമ്മുടെ കാന്താരി മുളകും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും നമുക്ക് കിട്ടിയിരിക്കുക. കണ്ടോ, ഇത് നമുക്കൊരു 2 മാസത്തേന് ഇനി ഒന്നും വാങ്ങണ്ട, ഇത് തന്നെ മതി. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ മുളകും അതുപോലെ തന്നെ ഞങ്ങളുടെ പച്ചമുളകും അതുപോലെ തന്നെ ഞങ്ങളുടെ കാന്താരി മുളകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.